അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആദ്യത്തെ 3 ബക്കറ്റുകളിലേക്ക് നമ്മൾ ചെറിയ ആൽബിനോ ജൈൻറ്റ് ഗൗരാമികൾ ഇടാനായിട്ട് പോവുകയാണ്. നമ്മുടെ കയ്യിൽ 4 ഉണ്ട്. 3 നമുക്ക് ഈ ആദ്യത്തെ 3 ബക്കറ്റുകളിലേക്ക് ഇറക്കി വിടാം. പിന്നെ ഒരെണ്ണത്തിനെ നമ്മൾ കുറച്ച് അങ്ങോട്ട് സൈഡിൽ ഒരു ടബ് ഇരിക്കുന്നുണ്ട്, അതിലേക്ക് ഇറക്കി വിടാം. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ പണി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 3 ബക്കറ്റുകളിൽ ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമികൾ ഏകദേശം 9 ഇഞ്ച് കിടക്കുന്നുണ്ടായിരുന്നു, 9 ഇഞ്ച് സൈസ് വരുന്നത്. അതിനെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റി. ഇപ്പോൾ ആദ്യം കാണുന്ന 3 ബക്കറ്റുകൾ കാലിയാണ്. അതിനകത്ത് നമ്മൾ പുതിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കിട്ടിയേക്കാണ്. ഈ കാണുന്ന അവസാനത്തെ 2 ബക്കറ്റിൽ ഓൾറെഡി 2 കിടക്കുന്നുണ്ട്, ആൽബിനോ ആണ്. അപ്പോൾ നമ്മുടെ വലിയ സൈസിനെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ വാങ്ങിയിട്ടതാണ്. ഇവരുടെ വെള്ളം മാറ്റാറായിട്ടുണ്ട്. ഇന്നത് മാറ്റുന്നുണ്ട്, മാറ്റുന്നു നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാനത് മാറ്റിയതിന് ശേഷമുള്ള സീനുകൾ കാണിക്കാം. നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ബാക്കി 3 ബക്കറ്റുകളിലേക്ക് ചെറിയ സൈസിനെ ഇറക്കി വിടുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ 4 ചെറിയ സൈസ് എന്ന് പറഞ്ഞത് അതിലെ 3 ഇവിടെ തൊട്ടടുത്ത് തന്നെ ടബുകളിലാണ് കിടക്കുന്നത്. ഒരെണ്ണം ഇൻഡോർ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ബക്കറ്റുകളിൽ നിന്ന് 9 ഇഞ്ച് വരുന്ന ബ്ലാക്കുകൾ ഇതിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു 3 അവർ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫൈറ്റോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. ചെറിയ രീതിയിലുള്ള ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ അതെന്താണെന്ന് നമുക്ക് അറിയില്ല. കാരണം അതിനകത്ത് ഓൾറെഡി കുറച്ച് മീനുകൾ കിടക്കുന്നത് കൊണ്ട്, ഗൗരാമികൾ കിടക്കുന്നത് കൊണ്ട് പുതിയ ആൾക്കാർ വരുമ്പോൾ ചെറിയ രീതിയിലുള്ള അഗ്രഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും കുറച്ച് കഴിയുമ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ബക്കറ്റുകളിലേക്ക് മാറ്റാൻ പോകുന്ന ചെറിയ സൈസിൽ 3 ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊരെണ്ണമാണ് ഈ കാണുന്നത്, ഈ ടബിൽ കിടക്കുന്നത്. പിന്നെ 2 അപ്പുറത്തെ ടബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ 3 പേരെയും പിടിച്ചാണ് നമ്മൾ ബക്കറ്റുകളിലേക്ക് മാറ്റാൻ പോകുന്നത്. അതിനുശേഷം ഈ ടബുകളിലെല്ലാം വാട്ടർ ചേഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 25% വെച്ച് ബാക്കിയെല്ലാം മാറ്റി നമ്മൾ ഇതിലേക്ക് പിങ്കുകളെ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഈ 2 ടബുകളിലും 2 ആൽബിനോകൾ കിടക്കുന്നുണ്ട്. ഇവരെയും നമ്മൾ പിടിച്ച് ബക്കറ്റുകളിലേക്ക് ഇന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അവസാനം വരുമ്പോൾ ഈ 2 ടബുകൾ കാലിയാവും. അപ്പോൾ ഇതിനകത്ത് വാട്ടർ ചേഞ്ച് ചെയ്ത് സോൾട്ട് ആഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഈ പിങ്കുകളെ, ഇൻഡോർ 4 പിങ്കുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പിങ്ക് ജൈൻറ്റ് ഗൗരാമികൾ കൂടി നമുക്ക് ഈ ടബുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്ന് നമുക്ക് ആൽബിനോൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാം. ഇതാണ് നമ്മൾ ഇൻഡോർ ഉണ്ടായിരുന്ന ഒരു പീസ് എന്ന് ഞാൻ പറഞ്ഞത്. 4 പീസിൽ ഒരു പീസ് ഇൻഡോർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചെറിയ കണ്ടെയ്നറിലാണ് താൽക്കാലികമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരനെയും കൂടി ഇന്ന് നമുക്ക് ടബിലേക്ക് ഇറക്കി വിടാം. ഞാൻ ടബ് എന്ന് ഉദ്ദേശിച്ചത് തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു ടബാണ്. അതിനകത്ത് ഒരെണ്ണം കിടക്കുന്നുണ്ട്, കുറച്ച് വലിയ സൈസ് കുഞ്ഞാണ്. അപ്പോൾ അതിനെ ഞാൻ ബക്കറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഈ ഒരു ചെറുതിനെ ഇടാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനെയും പിടിച്ച് നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഇടാൻ. എന്നിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഓരോന്നിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ. ഈ കുഞ്ഞുങ്ങളെ എല്ലാം നമ്മൾ റെട്ടൈൽ ജൈൻറ്റ് ഗൗരാമിനെ വാങ്ങിയ ആ ഒരു ജൈൻറ്റ് ഗൗരാമി ഫാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ സ്ക്രീനിൽ കാണിക്കാം ഏറ്റവും അവസാനം. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വർക്ക് ഉണ്ട്. നമ്മളിപ്പോൾ കാണിച്ച 3 ടബുകളിൽ നിന്ന് നമുക്ക് ആൽബിനോയുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് ഈ കണ്ടെയ്നറിലേക്ക് ഇടണം. പിന്നെ ഓൾറെഡി ഒരു ചെറിയ കണ്ടെയ്നറിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിന്. അപ്പോൾ എല്ലാത്തിനെയും കൂടി ഞാൻ ഈ കണ്ടെയ്നറിൽ ഇട്ടിട്ട് നിങ്ങളെ കാണിക്കാം. ടബുകളിലെ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ കാണുന്ന അവസാനത്തെ 2 ബക്കറ്റിലെ വാട്ടർ ചേഞ്ചും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് അവസാനത്തെ 2 ബക്കറ്റുകളാണ്. ഫുള്ളായിട്ട് ആൽഗ അടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊരു 75% വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞിട്ട് 25% വെള്ളത്തിൽ നിന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുത്തേക്കാണ്. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ക്ലൗഡിനെസ് നിങ്ങൾക്ക് കാണാം. കാരണം കുറച്ച് ആൽഗ വാട്ടർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ വാട്ടർ ചേഞ്ച് നമ്മൾ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, നമ്മൾ ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമികളെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമുക്ക് ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വർക്കിൻ്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 ടബുകളിലെയും വാട്ടർ ചേഞ്ച് ചെയ്ത് നമ്മൾ ആൽബിനോകളെ പിടിച്ച് അവിടെ കണ്ടെയ്നറിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 4 ഒരുമിച്ചിട്ടിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് ഈ ടബുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 25% വെള്ളം ബാക്കി വെച്ച് ബാക്കിയെല്ലാം കളഞ്ഞ് ഫ്രഷ് വെള്ളം അടിച്ച് ചേർത്തിട്ടുണ്ട്. ചിലതിൽ ആൽഗ വാട്ടർ ആയതുകൊണ്ട് ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അതിൻ്റെ പച്ച കളർ നിങ്ങൾക്ക് പോകാതെ നിൽക്കുന്നത് കാണാം. കാരണം കുറച്ചൊക്കെ ആൽഗ വാട്ടറായി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചെറിയ സൈസ് പിങ്കുകളെയാണ് കൊണ്ടുവന്ന് ഇടാനായിട്ട് പോണത്. അപ്പോൾ ആൽഗ വാട്ടറാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാതും ടബുകളെല്ലാം നമ്മൾ വാട്ടർ ചേഞ്ച്, ഇതിനകത്ത് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് സോൾട്ട് ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ടബുകൾ നമ്മളിപ്പോൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. മറ്റ് 2 നമ്മൾ നെറ്റൊക്കെ വെച്ച് കവർ ചെയ്തു. കാരണം ഇതിനകത്തേക്ക് നമ്മൾ ഇനി ഒന്നിനെയും ഇടുന്നില്ല. ആ കാണിച്ച അവസാനത്തെ ആ ഒരു ടബിൽ മാത്രമാണ് നമ്മൾ ഈ ഒരെണ്ണത്തിനെ ഇടാനായിട്ട് പോകുന്നത്. ബാക്കി 3 ബക്കറ്റിലേക്ക് നമുക്ക് ഇറക്കി വിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരെണ്ണം വലിയ സൈസാണ്. നമ്മൾ വലിയ സൈസിന് നോക്കിയിട്ടാണ് ബക്കറ്റുകളിലേക്ക് ഇടാനായിട്ട് പോകുന്നത്. ഏറ്റവും അവസാനം വരുന്നത് ചെറിയ സൈസ് ഏതാണെങ്കിലും അതിനെയായിരിക്കും ടബിൽ ഇടുന്നത്. അപ്പോൾ ഈ 4 നമ്മൾ ഫാമിൽ നിന്ന് കൊണ്ടുവന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി പീസുകളാണ്. എല്ലാവരെയും നമ്മൾ സെപ്പറേറ്റ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇടാനായിട്ട് പോണത്. പിന്നീട് കുറച്ച് വലിയ സൈസ് ആയതിനു ശേഷം നമുക്ക് ഔട്ട്ഡോർ ടാങ്കുകളിലേക്ക് മാറ്റാം. ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ആ വലിയ സൈസുള്ള കുഞ്ഞ് ബാക്കിയുള്ളതിനെയൊക്കെ കൊത്തി ഓടിക്കുന്നുണ്ട്. കണ്ടില്ലേ, ആ വലിയ സൈസ് മറ്റേതിനെയൊക്കെ കൊത്തുന്നത് കണ്ടില്ലേ.
ഈ ഒരു സാഹചര്യം കൂടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് വളർത്തുമ്പോൾ അവർ അവരുടെ ആ സ്പേസിൽ ടെറിട്ടോറിയലായിട്ട് വളർന്ന് വന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരുമിച്ചിടുമ്പോൾ ചെറിയ രീതിയിൽ ഇതുപോലെ അഗ്രഷൻ കാണിക്കും. അല്ലാന്നുണ്ടെങ്കിലും അവർ അഗ്രഷൻ കാണിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ജയന്റ് ഗൗരാമി, ഓസ്കാർ പോലുള്ള മീനുകളിൽ നിന്നും നമ്മൾ കുറേ പീസുകളിൽ നിന്ന് ചെറിയ സ്പേസിൽ ഇടാനായിട്ട് പാടില്ല. മൾട്ടിപ്പിൾ പീസുകൾ ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സ്പേസ് വേണം. ടാങ്കിന് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ് നല്ലത്. പിന്നീട് അത്യാവശ്യം സൈസൊക്കെ ആവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ ഹോബിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെറിയ സ്പേസിലിട്ട് വളർത്തി വലുതാക്കിയിട്ട് പിന്നീട് വലിയ സ്പേസിലേക്ക് മാറ്റിയാലും മതി. അല്ല ബൾക്കായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ സ്പേസിൽ തന്നെയാണ് ഇവരെ വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. വളർന്ന് വലുതാവും തോറും സ്പേസ് കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രസീവ് ആവും. നിങ്ങൾ അക്വേറിയം ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ജയന്റ് ഗൗരാമികൾ ഇട്ടിട്ടുള്ള അക്വേറിയങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് കുറേ പീസുകൾ എടുക്കുന്നുണ്ടായിരിക്കും. എല്ലാത്തിൻ്റെയും ഫിൻസ്, ഇപ്പോൾ ടെയിൽ ഫിൻ ആണെങ്കിലും ഡോർസൽ ഫിൻ ആണെങ്കിലും മെയിനൽ ഫിൻ ആണെങ്കിലും ഇതെല്ലാം കീറിയിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ബ്ലേഡ് വെച്ച് കീറിയ പോലെ ഇങ്ങനെ കീറി വിട്ട് ഇങ്ങനെ വിള്ളൽ വീണ പോലെ കീറിയിരിക്കുന്നുണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ കൊത്തു കൂടുമ്പോഴാണ്. കണ്ടില്ലേ, ഇതേപോലെ കൊത്തു കൂടുന്ന സമയത്ത് ഫിൻസിലൊക്കെ വന്ന് കൊത്തുമ്പോൾ ആ ഫിൻസ് കീറും. അങ്ങനെയാണ് ഈ ബ്ലേഡ് വെച്ച് കീറിയ പോലെ ഇവരുടെ ഫിൻസ് ഇങ്ങനെ കീറിയിരിക്കുന്നത്. ജസ്റ്റ് കീറിയിരിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, ബ്ലഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അത് ചെറിയൊരു ഡാമേജ് പറ്റുന്നതാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് മീനുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് നമ്മൾ ഫാമുകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങളെയും വലിയ സൈസ് ആണെങ്കിലും വലിയ സ്പേസിലിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് അഗ്രസീവ് ആവുന്നത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ ഈ 3 ബക്കറ്റുകളിലേക്ക് ഇറക്കി വിടാം. നേരത്തെ കാണിച്ച 2 എണ്ണം അവിടെ കിടക്കുന്നുണ്ട് ബക്കറ്റിൽ. ബാക്കി ഈ 4 എണ്ണത്തിൽ 3 എണ്ണത്തിൽ നമ്മൾ വലുതിനെ നോക്കിയിട്ട് നമുക്ക് ഈ ബക്കറ്റുകളിലേക്ക് ഇടാം. അപ്പോൾ അതാണ് വലിയ സൈസ്. അതിനെ ആദ്യം പിടിച്ച് നമുക്ക് ഒരു ബക്കറ്റിലേക്ക് മാറ്റാം. പിന്നെ 2 എണ്ണത്തിനെ അതിൽ ഏതാണോ വലുപ്പമുള്ളത് 2 എണ്ണത്തിനെ പിന്നത്തെ 2 ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് ഈ ജയന്റ് ഗൗരാമികളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ സ്പേസിനോട് അഡാപ്റ്റ് ആവാറുണ്ട്. പെട്ടെന്ന് തന്നെ അവർ ഫുഡ് കഴിച്ച് തുടങ്ങാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെറിയ പീസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബക്കറ്റിൽ അവർ കംഫർട്ടബിൾ ആണ്. ഈവൺ 8 ഇഞ്ച് വരെയൊക്കെ ആയതിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവർ വരെ സ്പേസിൽ ഓക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കും ഈ ചെറിയ സ്പേസിലിട്ട് വളർത്താനായിട്ട് അത്ര താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജയന്റ് ഗൗരാമിനെ ചൂസ് ചെയ്തത്. കാരണം അവർ ചെറിയ സ്പേസിലാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. അധികം സ്ട്രെസ് വരാതെ അവർ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ നേരത്തിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ വലുതായി വരും തോറും സ്പേസിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 7 ഇഞ്ച് 8 ഇഞ്ചൊക്കെ ആകുമ്പോൾ നമ്മൾ അവരെ മാറ്റാറുണ്ട്. ഈവൺ വലിയ സൈസ് ആയിട്ട് പോലും അവർ അങ്ങനെ വല്ലാതെ ഡിസ്കംഫർട്ടൊന്നും കാണിക്കാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മീനുകൾ സ്ട്രെസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അവർ തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ല ഇത്തരത്തിലുള്ള സ്പേസുകളിൽ. കുറച്ച് കഴിയുമ്പോൾ അവർ ഫുഡ് കഴിക്കില്ല. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, അസുഖങ്ങൾ, അതുപോലെ ഡെത്ത് റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. സ്പേസിൽ ഓക്കെ ആണ് എങ്കിൽ മാത്രമാണ് അവർ സർവൈവ് ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടേമിൽ തീർച്ചയായിട്ടും ഇഷ്യൂസ് വരും. അപ്പോൾ ഈ ഒരു ജയന്റ് ഗൗരാമികളിൽ നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല. ഈ ഒരു സ്പേസിനകത്ത് ഓക്കെ ആവുന്നത് വരെ നമുക്ക് വളർത്താം. അത് കഴിയുമ്പോൾ നമ്മൾ വലിയ സ്പേസിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്കാറുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത്. അത് പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അവർ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാൾ നമുക്ക് ഈ ഒരു ബക്കറ്റിലിട്ട് വളർത്തി ഒരു 5 ഇഞ്ച് വരെയൊക്കെ വളർത്താൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ്. എന്നിട്ട് പിന്നെ വലിയ സ്പേസിലേക്ക് മാറ്റാം. അപ്പോൾ അവസാനത്തെ ഏറ്റവും ചെറിയ പീസിനെ നമ്മൾ ഈ ടബിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി 3 എണ്ണത്തിനെയും ബക്കറ്റിലേക്ക് മാറ്റി. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫറിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരാഴ്ചയ്ക്ക് ഇവർ കുറച്ചൊന്ന് ഇതായിരിക്കും. ചിലതൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ആവും, ചിലതൊക്കെ ഒന്ന് മാറി നിൽക്കും. നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഒന്നും വന്ന് കഴിക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വന്ന് കഴിക്കുന്നത്. ഓൾറെഡി അവർ 3 എണ്ണം ടബിലായിരുന്നല്ലോ നേരത്തെ, ഞാൻ കാണിച്ചില്ല. ആ സമയത്ത് അവർ ഫുള്ളി അഡാപ്റ്റഡ് ആയിരുന്നു. ഞാൻ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ലൈവായിട്ട് വന്ന് കഴിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത് കൊണ്ട് ചിലപ്പോൾ ആ ഒരു സ്പേസിനോട് അഡാപ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഈ കാണുന്ന 5 ബക്കറ്റിലും കിടക്കുന്നത് ആൽബിനോകളാണ്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണത്തിൽ കുറച്ച് സൈസ് ഉള്ളത്, ഈ കാണുന്നത് കുറച്ച് സൈസ് ഉള്ളതാണ് ആദ്യത്തെ 2 എണ്ണത്തിൽ. ബാക്കി 3 എണ്ണം നമ്മളിപ്പോൾ ഇട്ടതാണ്. ഇനി ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ചെയ്യുന്ന പോലുള്ളൊരു ഫീഡിങ് ഹാബിറ്റ് അല്ല ചെയ്യാനായിട്ട് പോണത്. നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റ് ഗ്രോത്ത് കിട്ടുന്ന രീതിയിൽ, അതായത് നമ്മൾ ഇത്ര നാളും ഈ ബക്കറ്റിൽ ഇട്ടതുകൊണ്ട് വെള്ളം പെട്ടെന്ന് മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. സ്പേസ് ചെറുതാവും തോറും ഇവരുടെ ഗ്രോത്തിനെ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് സ്ലോ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഫീഡിങ്ങും നമ്മൾ ഇതുപോലെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസം ഇടവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ആക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ സാധാരണ പെല്ലറ്റും ഇലവർഗ്ഗങ്ങളുമാണ് കൊടുക്കാറുള്ളത്. നമ്മൾ അതിൻ്റെ കൂടെ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോൺ വെജ് ആണെങ്കിൽ ഇവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്, അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ കാർ പോർച്ചിൽ എടുക്കുന്ന ആ ഒരു ജയന്റ് ഗൗരാമി ഉണ്ടല്ലോ, അത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് വലുതാവുന്നുണ്ട് നമ്മൾ നോൺ വെജ് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം.
അപ്പോൾ അതുകൊണ്ട് ഈ ബക്കറ്റിൽ എടുക്കുന്ന ഈ ആൽബിനോകൾക്കൊക്കെ നമ്മൾ നോൺ വെജ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻഡോർ ഇരിക്കുന്ന 4 ചെറിയ സൈസ് പിങ്കുകളെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അവർ തീരെ ചെറിയ സൈസാണ്, 1.5 ഇഞ്ചൊക്കെയാണ് സൈസ് വരുന്നത്. അപ്പോൾ അവരെ ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് അടുത്ത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവരെ വാങ്ങിയ ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.